സങ്കല്പമാണ്. ഇതിൻ്റെ മുഖ്യ അടയാളവാക്യമായി അവർ ഉയർത്തിക്കാട്ടുന്നത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന ആശംസാവാക്യമാണ്. ലോകത്തിനാകെ സുഖമുണ്ടാവട്ടെ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതൊരു വിധത്തിലും എതിർക്കപ്പെടേണ്ടതല്ലല്ലോ. ഏറ്റവും ഉദാത്തമായൊരു സങ്കല്പമാണല്ലോ. ലോകത്ത് ഹിന്ദുത്വം മാത്രമല്ലേ ഇത്ര ശ്രേഷ്ഠമായൊരു അടയാളവാക്യം മുന്നോട്ട് വെച്ചിട്ടുള്ളൂ എന്നൊക്കെയാണ് ഇവരുടെ വാദം. ഈ വാദം ആവർത്തിക്കുന്നവർ ഇതിന് തൊട്ടു മുമ്പുള്ള വരി ബോധപൂർവം മറച്ചു വെക്കുന്നുണ്ട്. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം എന്നാണ് തൊട്ടു മുമ്പുള്ള വരി. ഗോവിനും, അതായത് പശുവിനും ബ്രാഹ്മണനും സുഖമുണ്ടാകട്ടെ എന്നർത്ഥം. ചേർത്ത് വായിച്ച് അർത്ഥം മനസ്സിലാക്കിയാൽ പശുവിനും ബ്രാഹ്മണനും സുഖമുണ്ടായാൽ ലോകത്തിനാകെ സുഖമായി എന്നാണ് അർത്ഥം. എത്രയധികം പേർ ഇത് മനസ്സിലാക്കുന്നു, എത്രയധികം ചേർന്നു പോകുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന സനാതനത്വത്തിൻ്റെ മുദ്രാവാക്യവും ഇന്നത്തെ പശു കേന്ദ്രീകൃത ബ്രാഹ്മണ കേന്ദ്രീകൃത രാഷ്ട്രീയവും എന്ന് മനസ്സിലാക്കാം. അക്കാലത്ത് നിലനിന്ന സാമൂഹ്യ അനീതികളൊക്കെ ഇന്ന് മാഞ്ഞുപോയി എന്ന് കരുതാനാവുമോ? അതൊക്കെ പല രൂപങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നു. അന്ന് രാഷ്ട്രീയാധികാരത്തിൻ്റെ രക്ഷാകർതൃത്വം ഉണ്ടായിരുന്ന ആ രക്ഷാകർതൃത്വം ഇന്നുമുണ്ട്. അതുകൊണ്ടാണ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ഇന്നും ദളിതരും പിന്നോക്കക്കാരും ന്യൂനപക്ഷങ്ങളും പീഡിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ആ പീഡകരൊക്കെ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ നിന്ന് രക്ഷപ്പെടുന്നതും. അതിനൊക്കെ സംരക്ഷണമേകുന്നവരുടെ വാദമാണ് സനാതനധർമ്മവാദം. അതായിക്കോട്ടെ, എന്നാൽ ഗുരുവിനെ അതുമായി ചേർത്ത് വെക്കേണ്ടതില്ല. ഗുരുവിനെ അതുമായി ചേർത്ത് കണ്ടാൽ അറിഞ്ഞൂടെ? അപ്പോൾ നമ്പൂരി അറിഞ്ഞൂടാ, അറിഞ്ഞൂടെ പിന്നെ കേട്ടാൽ അറിയുന്നത് എങ്ങനെയാ എന്ന് ഗുരു തിരിച്ചു ചോദിച്ചു. എന്താണ് ജാതി എന്ന് അവർക്ക് അറിയണം. അപ്പോൾ നാരായണൻ എന്ന് പറയുമ്പം നാരായണനാണല്ലോ. അപ്പോൾ ഇത് ഏതാണ് മൂപ്പർക്ക് സംശയം, വേറെ എന്തെങ്കിലും ആണോ? എന്നിട്ട് മൂപ്പർക്ക് ഒന്ന് കൺഫേം ചെയ്യണം. അപ്പോഴാണ് ചോദിക്കുന്നത് ഗുരുവിൻ്റെ ഒരു കഥ. മറ്റൊന്ന്, ശ്രീനാരായണ ഗുരു അന്ന് അംഗീകരിക്കപ്പെട്ട ഹിന്ദുമതം എന്ന് പറയുന്നത് ബ്രാഹ്മണിക്കലാണ്. സനാതനത്വം പേറുന്ന ഹിന്ദുമതമാണ്. സ്മൃതി അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതിൽ ഈ ജാതി വ്യവസ്ഥയുടെ ചാതുർവർണ്ണയത്തിന് പുറത്തുള്ള ആളെന്നും ഹിന്ദുക്കളായി കണക്കാക്കിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലൊരു അനുഭവം, അദ്ദേഹം ഒരു ഈഴവ വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം ഒരു സ്വാമിയായി ജീവിക്കുകയാണ്, സന്യാസം കൈവരിച്ച ആളാണ്. ഒരു പക്ഷേ ഈ സ്മൃതിവാദികളുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ആൾ എന്ന നിലയിൽ തനിക്ക് സന്യാസവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വ്യക്തമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാരുടെ കാലം ആയതുകൊണ്ട് ചില ഭേദഗതികളുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാന കാര്യം അന്ന് സ്മൃതി അടിസ്ഥാനത്തിൽ ഹിന്ദുമതത്തെ കൊണ്ട് നടന്നിരുന്ന ബ്രാഹ്മണ മതം എന്ന നിലയിൽ തന്നെ വ്യാഖ്യാനിക്കാവുന്ന ഒരു മതമായതുകൊണ്ടാണ്. അതിനെക്കുറിച്ചൊരു അനുഭവ കഥ ഉണ്ട്. ഒന്നാം ലോക മഹായുദ്ധം നടക്കുന്ന കാലത്ത് സ്വാമികളും ഒരു ശിഷ്യനുമായി ഒരു സംഭാഷണം ഉണ്ടായി. സ്വാമികൾ, ഇംഗ്ലീഷുകാർ ജയിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കണം, നമുക്കൊക്കെ സന്യാസം നൽകിയ ഗുരുക്കന്മാരാണവർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശിഷ്യൻ, സന്യാസം നൽകുക എന്ന് വെച്ചാൽ മന്ത്രോപദേശം ചെയ്ത് കാഷായം നൽകുകയാണ് പതിവ്. തൃപ്പാദങ്ങൾ കൽപ്പിച്ചതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ മൂപ്പര് പറഞ്ഞു, എന്തിനാണ് ബ്രിട്ടീഷുകാർ ജയിക്കാൻ പ്രാർത്ഥിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമി പറയും, ശ്രീരാമൻ്റെ കാലത്തുകൂടി ശൂദ്രാദികൾക്ക് സന്യസിപ്പാൻ പാടില്ലെന്നല്ലേ പറയുന്നത്? ഹിന്ദുക്കൾ സ്മൃതികൾ നോക്കി ഭരിക്കുന്നവരല്ലയോ എന്നാണ്. അതായത് ബ്രിട്ടീഷുകാർ ജയിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം, അവരുണ്ടായതുകൊണ്ടാണ് നമുക്ക് സന്യാസം ലഭ്യമായത്. ശ്രീരാമൻ്റെ കാലത്ത് പോലും, അതായത് രാമായണ കാലത്ത് പോലും, ഇപ്പോൾ മഹാഭാരതത്തെയാണ് പിണറായി പറഞ്ഞത്, രാമായണ കാലത്ത് പോലും ശൂദ്രാദികൾക്ക് ഇങ്ങനെ സന്യസിക്കാൻ പാടില്ല എന്നാണ് നിയമം. പക്ഷേ നമ്മളിപ്പോൾ സന്യസിക്കുന്നുണ്ട്. നമ്മൾ ചാതുർവർണ്ണ വ്യവസ്ഥയ്ക്ക് പുറത്തുള്ള ആളാണ്, അതിന് കാരണം ബ്രിട്ടീഷുകാരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ബ്രിട്ടീഷുകാരുമായി ചേർത്ത് തന്നെ ചാതുർവർണ്ണയവുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. വൈക്കം സത്യാഗ്രഹ കാലത്ത് കോട്ടൺ സാഹിബ് അവരുടെ കൂടെ അദ്ദേഹത്തിൻ്റെ ഒന്നിച്ചു പോയൊരു തീയന് നിരോധിക്കപ്പെട്ട റോട്ടിലൂടെ നടക്കാൻ ഒരു തടസ്സം ഉണ്ടായില്ല. ഒരു ബ്രിട്ടീഷുകാരൻ്റെ കൂടെ നടക്കുമ്പോൾ ആരും തടഞ്ഞില്ല. സാധാരണ ഈ ചാതുർവർണ്ണയത്തിന് പുറത്തുള്ള ആൾ വിലക്കപ്പെട്ട ഈ അയിത്തം ആചരിക്കുന്ന വഴിയിലൂടെ ഒന്നും പോകാൻ പറ്റില്ല. അങ്ങനെ ഉള്ളൊരു കാലത്ത്, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ആ കാലത്ത് സമരം ചെയ്ത് തന്നെ അതിലേ നടക്കാൻ വേണ്ടിയിട്ടാണല്ലോ, വൈക്കത്തിൻ്റെ ഇവിടെ നടക്കാനാണല്ലോ. അപ്പോൾ അങ്ങനെ ആ വഴിയിലൂടെ ഈസി ആയിട്ട് പോയി. അത് അറിഞ്ഞപ്പോൾ സ്വാമി ഇങ്ങനെ പറഞ്ഞു, കന്നിൻ തോൽ കാലിൽ ചേർന്നാൽ ക്ഷേത്രത്തിൽ കടന്നുകൂടല്ലോ, ചെണ്ടയിലായാൽ ക്ഷേത്രത്തിൽ കൊണ്ടുപോകുന്നതിന് വിരോധമില്ല, സായിപ്പിൻ്റെ ഭരണം കൊണ്ട് പല ഗുണങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത്. അതായത് കന്നിൻ തോല് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറ്റില്ല, പക്ഷെ ചെണ്ടക്ക് ആക്കി കഴിഞ്ഞാൽ കയറ്റും. സായിപ്പിൻ്റെ കൂടെ ആണെങ്കിൽ ഈ കയറ്റാത്ത ആളുകളെയും അതുവഴി കയറ്റാൻ തടസ്സങ്ങൾ ഉണ്ടാവുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവസാനമായി ശ്രീനാരായണ ഗുരു ഭക്തനുമായി നടത്തിയ ജാതിയെക്കുറിച്ചുള്ളൊരു സംവാദം കൂടി കേട്ടാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ നിലപാട്
ങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് ചിലർ പറയുന്നുണ്ടല്ലോ. ആര് പറയുന്നു? സനാതന ധർമ്മവാദികളാണ് പറയുന്നത്. പരമ്പരയായ ഒരു തൊഴിൽ ആചരിച്ചാൽ അത് തൊഴിലിൽ വിദഗ്ധന്മാരെ ഉണ്ടാക്കും. ജാതിപ്രകാരം തൊഴിലിൽ ഏർപ്പെട്ടാൽ ജീവിത മത്സരം കുറയും, എല്ലാവർക്കും ജോലി ഉണ്ടാകും. ഒരു പ്രമാണി ഈയിടെ അത് പറയുകയുണ്ടായി. രാജ്യങ്ങളെ തന്നെ ജാതികളായി തിരിച്ച് ഓരോ രാജ്യത്ത് ഓരോ പ്രത്യേക തൊഴിലിന് പ്രാധാന്യം നൽകിയാൽ രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരം തീരും എന്നും അദ്ദേഹം പറഞ്ഞു എന്നാണ് ഈ ഭക്തൻ പറയുന്നത്. അതായത് മൂത്ത മുരളീധരൻ്റെ ഒക്കെ ഈ സനാതന ധർമ്മവാദത്തിൻ്റെ മൂത്ത വാദം അന്ന് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ മൂത്തത് വരുന്നുണ്ട് എങ്കിലും, അതായത് ജാതിയുടെ അടിസ്ഥാനത്തിൽ രാജ്യങ്ങൾ തന്നെ ഉണ്ടാക്കണം എന്നാണ് അവരുടെ വാദം. അപ്പോൾ ജാതി എന്ന് പറഞ്ഞാൽ കുലത്തൊഴിലാണ്, അത് ജീവിക്കാൻ ഭയങ്കര സൗകര്യമാണ്, അത് ശാസ്ത്രീയമാണ് എന്നൊക്കെ വാദിക്കുന്ന ആളുകളുണ്ടല്ലോ. അതിനെക്കുറിച്ചാണ് ചോദ്യം. അപ്പം ശ്രീനാരായണ ഗുരു പറഞ്ഞ കാര്യമാണ്, ജാതി കൊണ്ട് ഒരു ഗുണവുമില്ല, അത് മനുഷ്യരുടെ സ്വാതന്ത്ര്യം തടുക്കുന്നു, ബുദ്ധി നശിപ്പിക്കുന്നു. സ്വാതന്ത്ര്യവും ബുദ്ധിയും ഇല്ലാതെ തൊഴിൽ എങ്ങനെ നന്നാവും? നമ്മുടെ ആശാരി, കൊല്ലൻ മുതലായവർക്ക് ഒരു വസ്തുവും അറിയാതായല്ലോ, ബുദ്ധിയും കെട്ടുപോയി. ജാതി കൊണ്ട് തൊഴിൽ ചീത്തയാവും. ഒരേ സംഗതി തന്നെ നോക്കി ലോകത്തിലുള്ള മറ്റ് യാതൊന്നും അറിയാത്തവർക്ക് ഒരു ജോലിയും നന്നായി ചെയ്യാൻ സാധിക്കുകയില്ല. വാസന പോലെ ഓരോരുത്തർക്കും തൊഴിലേർപ്പെടാനും സൗകര്യമില്ല. ജനിച്ചതുകൊണ്ടൊരു ജോലി ചെയ്യുക എന്നതാവും. പ്രാപ്തിയും വാസനയും ഇല്ലെങ്കിലും അത് ചെയ്യണം. അപ്പോൾ തൊഴിൽ നന്നാവാൻ ഒരു വഴിയും ഇല്ല. അപ്പോൾ ഭക്തൻ പറയുന്നു, മകൻ അച്ഛൻ്റെ തൊഴിലിൽ വാസന കാണും എന്നാണല്ലോ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഇപ്പോൾ കംപ്ലീറ്റ് ശാസ്ത്രജ്ഞന്മാരാണല്ലോ. പശുമൂത്രത്തിലെ ശാസ്ത്രീയത വ്യാഖ്യാനിക്കുന്ന ആളുകളെ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ജാതിയെ ശരിവെക്കാൻ ഉള്ള ശാസ്ത്രജ്ഞന്മാരുടെ വാദത്തെക്കുറിച്ചാണ് പിന്നീട് പറയുന്നത്. അങ്ങനെയാണ് പിന്നെ ജാതി ആവശ്യമില്ലോ, ജാതി ഇല്ലെങ്കിലും വാസന കൊണ്ട് അച്ഛൻ്റെ തൊഴിൽ മകൻ ശീലിച്ചോളും, നിർബന്ധിക്കേണ്ടെന്ന് ആവശ്യമില്ല, പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുമല്ലോ. അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ നമ്മളെ താങ്ങുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവും ബുദ്ധിയും കുറക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇഷ്ടം പോലെയുള്ള ജോലി എടുക്കാനും പഠിക്കാനും എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം. ഒന്ന് മാത്രമേ പഠിക്കാവൂ എന്ന് വെക്കരുത്. എല്ലാവർക്കും എന്തും പഠിക്കുകയും ശീലിക്കുകയും ചെയ്യാൻ വിരോധം ഉണ്ടാകരുത്. ജാതി ഉണ്ടാക്കിയവരുടെ വാദമാണ് സ്വാതന്ത്ര്യം കൊടുത്താൽ മത്സരം വർദ്ധിക്കും എന്ന കാര്യം. അതുകൊണ്ട് ലോകത്തിന് സുഖത്തിലധികം ദുഃഖമുണ്ടാകും എന്നും അവർ പറയുന്നു. ജാതി ഇല്ലെങ്കിൽ ഇങ്ങനെ ദുഃഖം ഉണ്ടാകുന്നതാണ് ഇവരുടെ വ്യാഖ്യാനം. അത് ജാതി കൊണ്ടുള്ള സകല ഗുണവും കിട്ടുന്നവർ പറയുന്നതാണ്. മറ്റുള്ളവർ കഷ്ടപ്പെടുന്നത് അവരുടെ ഗുണത്തിന് ആവശ്യമായിരിക്കാം. മനുഷ്യർ ജീവിക്കുന്നത് ജാതിക്കും ലോകത്തിനും വേണ്ടിയാണോ, അതോ ഇതെല്ലാം മനുഷ്യന് വേണ്ടിയാണോ? മനുഷ്യൻ കെട്ടുപോയാൽ ലോകത്തിൽ സുഖമായിട്ട് എന്ത് കാര്യം? ജാതി മനുഷ്യനെ കെടുത്തുന്നു. അതുകൊണ്ട് അതാവശ്യമില്ല. ജാതി ഇല്ല, ഇത് ഉണ്ട് എന്ന് വിചാരിക്കുന്നത് വിഡ്ഢിത്തമാണ് എന്ന് ഗുരു വളരെ പച്ച മലയാളത്തിൽ കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുരളീധരൻ്റെ ടീമിന് അത് മനസ്സിലാവാത്തല്ല, അവർ മനസ്സിലായതായി ഭാവിക്കില്ല. അവർക്ക് അത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്, സനാതന ധർമ്മം തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം.